ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് കസ്റ്റം URLുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയ്ക്ക് കമൻ്റ് അയച്ചതിൽ നിന്നും ആരാണ് വിജയി എന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വിജയി. ഇവരുടെ ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലെല്ലാം നൽകാം. നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ചാനലിനും ഒരു ഫ്രീ പ്രൊമോഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. യൂട്യൂബിൻ്റെ കഴിഞ്ഞ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നത് പുതുതായി കസ്റ്റം URL ആർക്കും സെറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. അതുപോലെ നേരത്തെ ആരെല്ലാമാണോ കസ്റ്റം URL സെറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ കസ്റ്റം URL വർക്ക് ചെയ്യുമെന്നും യൂട്യൂബ് അറിയിച്ചിരുന്നു. യൂട്യൂബ് ഹാൻഡിൽ അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു അപ്ഡേറ്റ് യൂട്യൂബ് അന്ന് പുറത്തു വിട്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സന്തോഷ വാർത്ത എന്തെന്നാൽ യൂട്യൂബ് ഹാൻഡിൽ സെറ്റ് ചെയ്തവർക്ക് അവർക്ക് ഓട്ടോമാറ്റിക്കായി യൂട്യൂബ് തന്നെ കസ്റ്റം URL സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് ഇത്തരത്തിൽ കസ്റ്റം URL ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചാനലിലെ അബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റം URL സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യൂട്യൂബിൽ നമ്മൾ എന്താണോ ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്തിരിക്കുന്നത് അതേ നെയിം യൂസ് ചെയ്താണ് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായി URL എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഉദാഹരണമായി ഞാൻ എൻ്റെ ചാനലിന് സെറ്റ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽ നെയിം @Nived Akkaparambil എന്നാണ്. അതിനാൽ തന്നെ യൂട്യൂബ് എൻ്റെ ചാനലിന് നൽകിയിരിക്കുന്ന കസ്റ്റം URL www.youtube.com/@Nived Akkaparambil എന്നാണ്. ഇനി നിങ്ങൾക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റം URL ഇത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്ന് നോക്കാം. നമുക്ക് കസ്റ്റം URL മാത്രമായി ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് കസ്റ്റം URL ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ യൂട്യൂബ് ഹാൻഡിൽ നെയിം ചേഞ്ച് ചെയ്യണം എന്നാണ് പുതിയ അപ്ഡേറ്റിൽ പറയുന്നത്. അതായത് എന്താണോ നിങ്ങൾ പുതിയ ഹാൻഡിൽ നെയിമായി കൊടുത്തത് ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ കസ്റ്റം URL ആയി റിഫ്ലക്റ്റ് ആകുന്നത്. എങ്ങനെയാണ് ഒരു ചാനലിൻ്റെ ഹാൻഡിൽ നെയിം ചേഞ്ച് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. വളരെ സന്തോഷം തരുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണിത്. കാരണം യൂട്യൂബ് നേരത്തെ അറിയിച്ചിരുന്നത് പുതുതായി ആർക്കും URL സെറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹാൻഡിൽ നെയിം സെറ്റ് ചെയ്ത ഒട്ടുമിക്ക പേർക്കും അതേ നെയിം യൂസ് ചെയ്ത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായി URL സെറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ചാനലിനും ഇതുപോലെ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന URL ലഭിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്